ഹലോ വ്യൂവേഴ്സ്, നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഓരോ ഡെസ്റ്റിനേഷനും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് നമ്മൾ ഫോട്ടോസൊക്കെ ഇട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഈ നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ നോർത്തേൺ ലൈറ്റ്സ് കാണുക എന്ന് വെച്ചാൽ അത്ര ഈസി അല്ല, ആൻഡ് എല്ലായിടത്തും പോയാലും നമുക്കത് കാണാനും പറ്റില്ല. അപ്പോൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടി പറ്റും, അതുപോലെ ഏത് സമയത്ത് നമ്മൾ പോകണം, അത്തരത്തിൽ ഒരുപാട് ഡൗട്ട്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവും. സോ നമുക്ക് ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ GTHന്റെ വിപിൻ സാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് സാറിന്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. ഹായ് സാർ. ഹായ്. നമുക്കറിയാം ഈ നോർത്തേൺ ലൈറ്റ്സ് എന്ന് വെച്ചാൽ എന്റെയും അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന്റെ ഒക്കെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരിക്കും. ഈ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടി ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയായിരിക്കും? നോർത്തേൺ ലൈറ്റ്സ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആർട്ടിക് റീജിയനിലുള്ള കൺട്രീസിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ 3 രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രിപ്പാണ് നവംബർ 11 നമ്മൾ പുറപ്പെടുന്ന ട്രിപ്പ്. അപ്പോൾ അതിൽ സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ ഈ 3 രാജ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കൂടുതലും നമ്മൾക്കിത് കാണാൻ സാധ്യതയുള്ളത് നോർവേയിലാണ്. നോർവേയിലെ ട്രോംസോ ആണ് നമ്മൾ ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രോംസോ ദ മോസ്റ്റ് വിസിബിൾ നോർത്തേൺ ലൈറ്റിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയത്. സർ, ഈ നോർത്തേൺ ലൈറ്റ് ചേസിംഗ് എന്ന് പറയുന്നത് അധികം ആരും പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത, ഞാൻ അധികം കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ GTHന്റെ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്രധാന റീസൺ എന്താണ്? നോർത്തേൺ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു കാഴ്ച പോലെ ഒരു തീം പാർക്ക് അങ്ങനെയൊക്കെ ഒന്നും പോയി കാണേണ്ട കാര്യമല്ലല്ലോ. അത് തന്നെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്, നേച്ചറിൻ്റെ ഗിഫ്റ്റാണ് ആക്ച്വലി. അപ്പോൾ ഇതൊരു ചേസിങ്ങിലൂടെ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ അതിനായിട്ടൊരു ടൈം കണ്ടെത്തി ആ സമയത്ത് അത് കിട്ടുന്ന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ അത് നടക്കുള്ളൂ. സോ ദ വേർഡ് ചേസിങ് ഈസ് അബ്സല്യൂട്ട്ലി ഫിറ്റ് ഫോർ ദാറ്റ്. ആ ഒരു പ്രക്രിയക്ക് അത് ഫിറ്റാണ്. അതുകൊണ്ട് ഈ 12 ദിവസത്തെ യാത്രയുടെ ഭാഗമായിട്ടുള്ള നോർത്തേൺ ലൈറ്റ് കാണുന്ന കാഴ്ചകളെ നമ്മളതിനെ വി കോൾഡ് ഇറ്റ് ആസ് ചേസിങ്. നോർത്തേൺ ലൈറ്റ് ചേസിങ്. അതുപോലെ തന്നെ നമുക്കിപ്പം നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടി വേറെയും കൺട്രീസ്, ഐസ്ലാൻഡ് പോലുള്ള കൺട്രീസ് ചൂസ് ചെയ്യാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിൽ ഞാൻ വേറെ കാര്യം നോട്ടീസ് ചെയ്താണ് നമ്മുടെ പാക്കേജിലുള്ള ഒരു യൂണിക്നെസ്. ട്രോംസോയിൽ നമ്മൾ 4 days നമ്മൾ സ്റ്റേ ചെയ്തിട്ടാണ് ഇതിൽ പാക്കേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിന്റെ വളരെയധികം പറയണം. നമ്മൾ 3 രാജ്യങ്ങളാണ് ഇതിൽ ക്ലബ് ചെയ്തിരിക്കുന്നത്. അതിൽ കോപ്പൻഹാഗൻ ഡെൻമാർക്ക് ഉണ്ട്, സ്വീഡനിലെ സ്റ്റോക്ക്ഹോം ഉണ്ട്, നോർവേയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. നോർവേയിലെ ട്രോംസോ ഉണ്ട്, പറഞ്ഞ പോലെ ഗൈലോ ഉണ്ട്, ഗുഡ്വാങ്കൻ ഉണ്ട്. നോർവേയുടെ മൗണ്ടൻ റീജിയൻസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്, കൂടാതെ ഓസ്ലോ സിറ്റിയും കവർ ചെയ്യുന്നുണ്ട്. നവംബർ മാസത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഏകദേശം ഒക്ടോബർ എൻഡ് മുതൽ ഈ ഫെബ്രുവരി വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു നോർത്തേൺ ലൈറ്റ് കിട്ടാനുള്ള സാധ്യത. ഈ നവംബർ 11 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കൊരു ഡേ ടൈം ഒരു 9 o'clock to 6 o'clock ഡേ ടൈം കിട്ടും. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളും കൂടെ കാണാം, അതിൻ്റെ കൂടെ നോർത്തേൺ ലൈറ്റ് ചേസിങ് ടൂറും കൂടെ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് ടൈം ഒക്കെ യൂറോപ്പിൽ യാത്ര പോകുന്നവരുണ്ടാവും. അപ്പം അവർക്ക് എത്രത്തോളം ആപ്റ്റ് ആയിരിക്കും ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത്? തീർച്ചയായും ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം എങ്ങനെ പോവാണെങ്കിലും നിങ്ങൾ ഇതുപോലൊരു വിൻ്റർ എക്സ്പ്ലോറിങ് ആ ഒരു മൈൻഡ് സെറ്റോടെ, അല്ലെങ്കിൽ ഈ നോർത്തേൺ ലൈറ്റ് പോലെ ബക്കറ്റ് ലിസ്റ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ കാണാനാണ് ആഗ്രഹിച്ച് പോകുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഈ സ്വിസ്, പാരീസ് ഇതൊക്കെ ട്രാവൽ ചെയ്തവരും ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഫസ്റ്റ് ടൈമായിട്ട് ഇത് കാണാൻ പോകുന്നവർ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ഇല്ല. ഇത് താല്പര്യമാണ്, ആഗ്രഹമാണ് ഇതിൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എനിബഡി ക്യാൻ ജോയിൻ. നമ്മൾ വിസ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്ന, ഇങ്ങനെ എക്സ്പീരിയൻസ് ടൂറിസത്തോട് താല്പര്യമില്ല ആർക്കും തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ അപ്പോൾ സാർ ഒരു 12 days പാക്കേജാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനെ പറ്റി ഒന്ന് ഐറ്റിനറി ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാമോ? 12 days പ്രോഗ്രാമിൽ നമ്മൾ 3 രാജ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്: ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ. അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ കോപ്പൻഹാഗനിലാണ് അറൈവ് ചെയ്തത്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മുടെ യാത്ര. കോപ്പൻഹാഗനിൽ അറൈവ് ചെയ്ത് നമ്മുടെ അവിടുത്തെ ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം നമ്മൾ ഓവർ നൈറ്റ് ഫെറി, ലൈക്ക് എ സെമി ക്രൂസ് പോലെ ആ ഫെറിയിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് നമ്മൾ ഓസ്ലോയിൽ എത്തുന്നത്. ഓസ്ലോയിൽ എത്തിയതിന് ശേഷം നമ്മളവിടെ ഗുഡ്വാങ്കൻ, ഗെയിലോ അതുപോലുള്ള സ്ഥലങ്ങൾ, ഫ്ലംബാസ ട്രെയിൻ എക്സ്പീരിയൻസസ്, അതുപോലെ നോർവേയുടെ ഒരു ഏരിയയിലുള്ള നോർത്തേൺ സൈഡിലുള്ള ഈ പറഞ്ഞതുപോലുള്ള റീജിയൻസ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുക എന്നുള്ളതാണ്
എന്നുള്ളതാണ് കൂടുതലും അതിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ 2 നൈറ്റ് നമ്മൾ ഗൈലോയിൽ കൊടുക്കുന്നു. ആദ്യത്തെ ഒരു നൈറ്റ് നമ്മൾ കോപ്പൻഹാഗൻ, പിന്നെ ഒരു നൈറ്റ് ക്രൂസ്. ഗൈലോയിലെ യാത്രകളെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഓസ്ലോയിൽ തിരിച്ചെത്തി. ഓസ്ലോയിൽ നിന്നും നേരെ ട്രോംസോയിലേക്ക് പോകുന്നു. ട്രോംസോ ആണ് ഈ ട്രിപ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ട്രോംസോ എന്ന് നമ്മൾ ഇന്റേണൽ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഓസ്ലോയിൽ നിന്ന് ട്രോംസോയിലേക്ക് പോകുന്നത്. അപ്പോൾ ട്രോംസോയിലെത്തി 3 നൈറ്റ് നമ്മൾ ട്രോംസോയിൽ സ്റ്റേ ചെയ്യാണ്. മോർണിംഗ് സമയത്ത് ട്രോംസോയിലെ കാഴ്ചകളായിരിക്കും രാവിലെ തൊട്ട് ഉച്ച വരെ അവിടുത്തെ സൈറ്റ് സീയിങ്. ദെൻ ഫ്രീ ആൻഡ് റിലാക്സ് ടൈം. എന്തുകൊണ്ടാണ് ഫ്രീ ആൻഡ് റിലാക്സ് ടൈം വേണ്ടത്? എഗെയിൻ നമ്മൾക്ക് 6 o'clock മുതലാണ് ഈ നൈറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നോർത്തേൺ ലൈറ്റിൻ്റെ ഒരു ചേസിങ് ട്രിപ്പ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് 3 നൈറ്റ് അവിടെ താമസിച്ചുകൊണ്ട് അതിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. താമസം എല്ലായിടക്കും ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതിനുശേഷം ട്രോംസോന്ന് വീണ്ടും നമ്മൾ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് ഓസ്ലോയിലേക്ക് വരുന്നതാണ്. പിന്നെ ഓസ്ലോയിൽ നിന്ന് കൾസ്റ്റാഡ് പോകും. കൾസ്റ്റാഡ് എന്ന് പറയുന്നത് സ്വീഡനിലാണ്. സ്വീഡനിൽ ശരിക്കും നമുക്ക് 3 നൈറ്റ് ഉണ്ട്. ഓസ്ലോയിലെ ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൾസ്റ്റാഡ് പോയി അവിടെ താമസിക്കുന്നു. എഗെയിൻ നെക്സ്റ്റ് ഡേ കൾസ്റ്റാഡ് ടു സ്റ്റോക്ക്ഹോം പോകുന്നു, സ്വീഡൻ്റെ ക്യാപിറ്റൽ. സ്റ്റോക്ക്ഹോമിലെ കാഴ്ചകളും അവിടുത്തെ ഈ സൈറ്റ് സീയിങ്സും ഒക്കെ കഴിഞ്ഞ് 2 നൈറ്റ് അവിടെയും താമസിച്ചതിന് ശേഷമാണ് നമ്മൾ റിട്ടേൺ തരുന്നത്. ഇത് ഈ 12 ദിവസം ഹറി ബറി ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് 3 രാജ്യങ്ങളടങ്ങുന്ന യാത്ര. ആ രാജ്യങ്ങളിൽ കൂട്ടത്തിൽ തന്നെ നമുക്ക് നോർത്തേൺ ലൈറ്റ് ചേസിങ്ങും കൂടെ ഉൾപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഇത് സെലക്ട് ചെയ്യുന്ന പാസഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു നോർത്തേൺ ലൈറ്റ് ചേസിങ് ആയി മാറുന്നില്ല. ബാക്കി രാജ്യങ്ങളിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നു. ഇതിപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡാർക്ക് ആയിരിക്കും, ഡേ ടൈം ഒട്ടും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു മിഡ് ഓഫ് നവംബർ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തായാലും ഒരു 6-7 hours ഡേ ടൈമിൽ സണ്ണി ഡേയ്സ് കിട്ടും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ മനോഹരമായ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നോർത്തേൺ ലൈറ്റ് ചേസിങ് വിത്ത് സ്കാൻഡിക് ട്രെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, 3 രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്. സോ ഇപ്പോൾ സാർ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കാണും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പോകുന്നത്, അവിടെ എന്തൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് എന്നതൊക്കെ. എന്നാലും ലാസ്റ്റ് ആയിട്ട് സാറിന് അപ്കമിങ് ട്രാവലേഴ്സിനോട് അല്ലെങ്കിൽ ഇതൊരു ചേസിങ്ങിന് വേണ്ടി വരാനെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാറിന് എന്തായിരിക്കും പറയാനുണ്ട്? ചേസിങ്ങിന് വരാൻ വേണ്ടി മാത്രമല്ല, യാത്രകൾ ട്രാവൽ ചെയ്യുന്നവർക്ക്, ട്രാവൽ പ്ലാൻ ചെയ്യുന്നവരോടും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ ലൈഫേ ഉള്ളൂ അല്ലേ, ജീവിതം ഒന്നേ ഉള്ളൂ. പ്രകൃതി നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുകയാണ് പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും. നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങൾ, നമ്മൾക്ക് താല്പര്യമുള്ള നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, നമ്മൾക്ക് അല്ലെങ്കിൽ സന്തോഷം തരുന്ന പ്ലേസസ് നമ്മൾ വിസിറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരും യാത്ര ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും യാത്ര ചെയ്യുക, മാക്സിമം ഇത്തരത്തിലുള്ള പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ള സാധനങ്ങളൊന്നും മിസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് GTA ചിത്രത്തിലുള്ള പാക്കേജസ് ഒക്കെ നമുക്ക് മുന്നിലോട്ട് എത്തിക്കുന്നത്. സോ അതാരും മിസ്സാക്കാണ്ടിരിക്കുക.